ഇരിക്കുകയാണ്. ഇലക്ഷൻ ഡേയിൽ നമ്മുടെ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി നമുക്ക് പരിചയപ്പെടാം. സഖാവ് അബൂ സുഫിയാൻ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കണ്ണാടി ചിഹ്നത്തിൽ താങ്കൾ മത്സരിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് നമ്മുടെ ക്യാമ്പസിലെ കണ്ണിലുണ്ണിയാവുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസം എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ യൂട്യൂബ് ലോഗോയിൽ മത്സരിക്കുന്ന നമ്മുടെ സ്വന്തം കില്ലാടി സിബിനെ പരിചയപ്പെടാം. താങ്കൾക്ക് നമ്മുടെ ക്യാമ്പസിൽ കണ്ണിൽ ഉണ്ണിയാവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 100% പറ്റും. ഇത് നമ്മുടെ സതീഷിനോട് ചോദിക്കാം. സേനാ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സതീഷ് കുമാർ. സതീഷ് കുമാർ, താങ്കൾക്ക് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ജനങ്ങളിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ആയിരിക്കും. നമുക്ക് ഇനി അറിയേണ്ടത് ഇതൊന്നുമല്ല. ഇനി നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം. അങ്ങനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നമ്മുടെ 3 സ്ഥാനാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ നിലയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അമൃതേശനോട് തന്നെ ചോദിക്കാം, ആരെയാണ് പ്രതീക്ഷ? എന്റെ ഊഹ ശരിയാണ്, സതീഷ് എണ്ണം വിജയിക്കുന്നതായിരിക്കും 100%. ചിഹ്നത്തെ മത്സരിക്കുന്ന VD സതീഷാണ് ജയിക്കുമെന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ സ്വന്തം പരമശിവമായ വൈഷ്ണവന്റെ അനുസരിച്ച് സിവിൻ ജയിക്കും. എന്റെ പൊന്നു സുഹൃത്തെ, അതിന് കേൾക്കാൻ പറ്റുന്നു. കില്ലാടി എന്നാണ് പറയുന്നത്. നിങ്ങളിത് കാണുക. ലോഗോയിൽ മത്സരിക്കുന്ന നമ്മുടെ സിവിൻ ജയിക്കുമെന്നാണ് പറയുന്നത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളുടെ സ്വന്തം ക്രൂ ആയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇപ്പോൾ ഒരു പോൾ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ പറയുക ആര് ജയിക്കുമെന്ന്. പ്രേക്ഷകരുടെ തീരുമാനം അന്തിമമായിരിക്കും. നന്ദി, നമസ്കാരം.